കാടിൻ്റെ പശ്ചാത്തലത്തിലിരുന്ന് പുസ്തകം വായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതും നഗരത്തിൻ്റെ നടുവിലിരുന്ന്. എങ്കിലിതാ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒത്ത നടുക്ക് നേരെ വിട്ടോളൂ, വഴുതക്കാട്ടുള്ള വനംവകുപ്പ് ലൈബ്രറിയിലേക്ക്. അവിടെ കാടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ആ ആംബിയൻസിൽ ഇരുന്ന് നല്ല സൂപ്പറായിട്ട് പുസ്തകം വായിക്കാം. കടുവയെയും കാട്ടുപോത്തിനെയും കരടിയെയുമെല്ലാം കണ്ട് പുസ്തകങ്ങൾ വായിക്കാം. വനംവകുപ്പ് ആസ്ഥാനത്ത് നവീകരിച്ച ലൈബ്രറിയിലാണ് ഈ കാഴ്ചകൾ. ഫോറസ്റ്റ് ലൈബ്രറി എന്ന് കേൾക്കുമ്പോൾ വനംവകുപ്പിന്റെ പുസ്തകം മാത്രമാണെന്ന് കരുതരുത്. 1870 മുതലുള്ള അപൂർവ പുസ്തകങ്ങൾ, ചരിത്രരേഖകൾ, റവന്യൂ രേഖകൾ എല്ലാം ഇവിടെയുണ്ട്. സൗജന്യമായി തന്നെ ലൈബ്രറി ഉപയോഗിക്കാം. ശീതീകരിച്ച ഹാളും ഒപ്പം ചർച്ച ചെയ്ത് പഠിക്കാൻ പ്രത്യേക സ്ഥലവുമുണ്ട്. 875 മുതൽ അങ്ങനെ തുടർന്ന് കുറേ ഇവിടെ കോപ്പികളുണ്ട്. പിന്നെ ഭരണ റിപ്പോർട്ടുകൾ, അത് ട്രാവൻകൂർ കൊച്ചിൻ്റെ ഉണ്ട്, മദ്രാസ് പ്രസിഡൻസിയുടെ ഉണ്ട്, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ തുടങ്ങി കുറേ ഭരണ റിപ്പോർട്ടുകളും ഇവിടെയുണ്ട്. പബ്ലിക്കായിട്ട് വരുന്ന ഏത് ആൾക്കാർക്കും അവരുടെ ലാപ്ടോപ്പോ പുസ്തകങ്ങളോ ഇവിടെ കൊണ്ടുവന്നിരുന്ന് വായിക്കാൻ പറ്റും. സാധാരണ ലൈബ്രറികൾ അങ്ങനെ അനുവദിക്കാറില്ല പുറമെയുള്ള പുസ്തകം അകത്തേക്ക് കൊണ്ടുവരാൻ. ഇവിടെ അവർക്ക് അത് സമ്മതിക്കുന്നുണ്ട്. ഫുള്ള് എയർ കണ്ടീഷൻഡ് ആയതുകൊണ്ട് 1 രൂപ പോലും ഇവിടെ നമ്മൾ വാങ്ങുന്നില്ല. നോവലുകളും ചെറുകഥകളും ഉൾപ്പെടെ മലയാളം പുസ്തകങ്ങളുടെ വൻ ശേഖരവുമുണ്ട്. കുട്ടികൾക്കായി പ്രത്യേക ലൈബ്രറിയും. ഒത്തിരി ബുക്കുകളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരിക്കലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല ഏതാ വായിക്കേണ്ടത് ഏതാ വായിക്കേണ്ടാത്ത. ഒത്തിരി ഉണ്ട്. എന്ന് വെച്ചാൽ വായിക്കേണ്ടത് മാത്രമാണ് ഇവിടെ ഉള്ളത്. വനം വകുപ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മൃഗങ്ങളുടെ ശില്പങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ എന്നും ഇവിടെ വരും, കുറേ ബുക്കൊക്കെ എടുത്ത് വായിക്കും. ഇന്ന് ഞാൻ സ്കൂളിൽ നിന്നാണ് ബുക്ക് കൊണ്ടുവന്നത്, അതാ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പുസ്തകങ്ങൾ ഡിജിറ്റലായി തിരഞ്ഞെടുക്കാനും സൗകര്യമുണ്ട്. 10:15 മുതൽ 5:15 വരെയാണ് നിലവിൽ ലൈബ്രറിയുടെ സമയം. ഇത് 10 മുതൽ 7 വരെ നീട്ടാനും തീരുമാനിച്ചിട്ടുണ്ട്. ജിഷ്ണുവിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.